മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് +1 ഫിസിക്സുമായി ബന്ധപ്പെട്ട ആദ്യ ചാപ്റ്ററായ ഫിസിക്കൽ വേൾഡിനെ കുറിച്ചാണ്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ചാപ്റ്ററായ യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ് എന്ന ചാപ്റ്ററാണ്. പരീക്ഷയ്ക്ക് പ്രധാനമായിട്ടും 3-4 മാർക്കിന് ചോദ്യം വരുന്ന, ഒരല്പം ശ്രദ്ധിച്ചിരുന്നാൽ വളരെയേറെ പ്രാധാന്യത്തോടു കൂടി എഴുതാൻ പറ്റുന്ന ഏറ്റവും ചെറിയൊരു ചാപ്റ്ററാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. ഇതിൽ പ്രധാനമായിട്ട് 4 കാര്യങ്ങളെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ്, ക്വാണ്ടിറ്റി എന്താണ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. 2, ഡയമെൻഷൻ എന്താണ്, അതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോസസ്. മൂന്നാമത്തത് എറേഴ്സ് എന്താണ്. 4, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്താണ്. ഇതിന്റെ പ്രധാനപ്പെട്ട 4 ടോപ്പിക്കുകളാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്ററിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരീക്ഷയ്ക്ക് 3-4 മാർക്കിന് ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്ററാണ് സെക്കൻഡ് ചാപ്റ്റർ. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൽ ആദ്യ കാര്യമായ ക്വാണ്ടിറ്റികളെ കുറിച്ചാണ്. എന്താ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ, anything which can be measured is called quantity. If a quantity is measured with the help of an instrument is called physical quantity. ഒരു ക്വാണ്ടിറ്റിയെ ഒരു ഉപകരണം ഉപയോഗിച്ച് അളക്കാൻ പറ്റിയാൽ അത്തരം ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു 2 ടൈപ്സ്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ രണ്ടായി തിരിക്കാൻ പറ്റും. അതിൽ ആദ്യ ക്വാണ്ടിറ്റിയുടെ പേരാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. രണ്ടാമത്തെ ക്വാണ്ടിറ്റിയുടെ പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പൊ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്താണെന്നറിയാം. ഫിസിക്കൽ ക്വാണ്ടിറ്റിയെ പ്രധാനമായും രണ്ടായിട്ട് തിരിക്കാമെന്നറിയാം. അതിൽ ആദ്യ കാര്യമാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, രണ്ടാമത്തെ കാര്യമാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഇനി എന്താ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ മറ്റ് ക്വാണ്ടിറ്റികളുമായി ഡിപ്പെൻഡ് ചെയ്യാത്ത, ബന്ധമില്ലാത്ത ക്വാണ്ടിറ്റീസിന്റെ പേരാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. Fundamental quantities are the physical quantities which does not depends other quantities. മറ്റ് ക്വാണ്ടിറ്റികളെ ആശ്രയിക്കാത്ത ക്വാണ്ടിറ്റിയാണ് ഏത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, മാസ് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അതുപോലെ തന്നെ ലെങ്ത് ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണെന്ന് ഓർത്തിരിക്കുക. അതുപോലെ ടൈം ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ മാസ്, ലെങ്ത്, ടൈം, ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ ഏത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. മറ്റ് ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്യാത്ത ക്വാണ്ടിറ്റീസ് ആണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. അതുപോലെ ഈ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ നമുക്ക് വീണ്ടും ചെറുതാക്കാൻ എന്ത് ചെയ്യത്തില്ല? പറ്റത്തില്ല. വിച്ച് cannot be further divided. പിന്നീട് അതിനെ എന്ത് ചെയ്യത്തില്ല? ചെറുതാക്കാൻ പറ്റാത്ത ക്വാണ്ടിറ്റികളാണ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഇനി എന്നാൽ രണ്ടാമത്തെ ക്വാണ്ടിറ്റിയുടെ പേര് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നാണ്. എന്താ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് നിർമ്മിക്കുന്ന, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റീസിന്റെ പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. അപ്പോ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആർ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് which are made from ഏത്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് നിർമ്മിക്കുന്ന ക്വാണ്ടിറ്റിയുടെ പേരാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞ എന്ത്? ഡെൻസിറ്റി ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. അതുപോലെ തന്നെ ഫോഴ്സ് ഒരു ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ ഡെൻസിറ്റി, ഫോഴ്സ് തുടങ്ങിയ ക്വാണ്ടിറ്റീസ് ഒക്കെ തന്നെ എന്താണെന്ന് ഓർത്തിരിക്കുക? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ മറ്റു ക്വാണ്ടിറ്റികളെ ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ക്വാണ്ടിറ്റിയെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് എന്നും, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റികളിൽ നിന്ന് നിർമ്മിക്കുന്ന ക്വാണ്ടിറ്റീസിനെ എന്തെന്ന് അറിയപ്പെടുന്നു? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്നും അറിയപ്പെടുന്നു. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഫിസിക്സിൽ പഠിക്കുന്ന കുറച്ച് സിസ്റ്റംസ് ഉണ്ട്. ആ സിസ്റ്റത്തിന്റെ പേരുകൾ ഓർത്തിരിക്കുക. ഫസ്റ്റ് സിസ്റ്റത്തിന്റെ പേര് CGS സിസ്റ്റം എന്നാണ്. രണ്ടാമത്തെ സിസ്റ്റത്തിന്റെ പേര് FPS സിസ്റ്റം എന്നാണ്. മൂന്നാമത്തെ സിസ്റ്റത്തിന്റെ പേര് MKS സിസ്റ്റം എന്നാണ്. നാലാമത്തെ സിസ്റ്റത്തിന്റെ പേര് SI സിസ്റ്റം എന്നാണ്. അപ്പൊ 4 സിസ്റ്റത്തെ കുറിച്ചാണ് പറഞ്ഞത്. ആദ്യ സിസ്റ്റത്തിന്റെ പേര് CGS, 2 FPS, 3 MKS, 4 SI സിസ്റ്റം. CGS സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, CGS സിസ്റ്റത്തിൽ നീളം റെപ്രസെന്റ് ചെയ്യുന്നത്, ലെങ്ത് കാണിക്കുന്നത് സെന്റിമീറ്ററിലായിരിക്കും, മാസ് കാണിക്കുന്നത് ഗ്രാമിലായിരിക്കും, ടൈം ഡിനോട്ട് ചെയ്യുന്നത് സെക്കൻഡിലായിരിക്കും. അപ്പോ ലെങ്ത് ഈസ് മെഷേർഡ് ഇൻ സെന്റിമീറ്റർ, മാസ് ഈസ് മെഷേർഡ് ഇൻ ഗ്രാം, ടൈം ഈസ് മെഷേർഡ് ഇൻ സെക്കൻഡ്. ഇതാണ് CGS സിസ്റ്റം, ആദ്യകാലത്തുണ്ടായിരുന്ന സിസ്റ്റം. അത് കഴിഞ്ഞിട്ട് വന്ന സിസ്റ്റത്തിന്റെ പേരാണ് FPS സിസ്റ്റം. FPS സിസ്റ്റത്തിന്റെ പ്രത്യേകത, ലെങ്ത് മെഷർ ചെയ്യുന്നത് ഫൂട്ടിലാണ്, മാസ് മെഷർ ചെയ്യുന്നത് പൗണ്ടിലാണ്, ടൈം മെഷർ ചെയ്യുന്നത് സെക്കൻഡിലാണ്. മൂന്നാമത്തെ സിസ്റ്റത്തിന്റെ പേരാണ് MKS സിസ്റ്റം. ലെങ്ത് ഈസ് മെഷേർഡ് ഇൻ മീറ്റർ, ലെങ്ത് അളക്കുന്നത് മീറ്ററിലാണ്, മാസ് ഈസ് മെഷേർഡ് ഇൻ കിലോഗ്രാം, മാസ് അളക്കുന്നത് കിലോഗ്രാമിലാണ്, ടൈം റെപ്രസെന്റ് ചെയ്യുന്നത് ഏതിലാണ്? സെക്കൻഡിലാണ്. അപ്പോ CGS, FPS, MKS. ലാസ്റ്റ് സിസ്റ്റത്തിന്റെ പേരാണ് SI സിസ്റ്റം.
SI സിസ്റ്റത്തിൽ പ്രധാനമായിട്ടും ഒരു 7 ക്വാണ്ടിറ്റീസ് വരും. ആ ക്വാണ്ടിറ്റിയാണ് ലെങ്ത്, 2 മാസ്, 3 ടൈം, 4 കറണ്ട്, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇന്റൻസിറ്റി. ഇങ്ങനെ 7 ക്വാണ്ടിറ്റികളാണ് പ്രധാനമായിട്ടും SI സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഓരോന്നിന്റെയും യൂണിറ്റുകളും അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പലും പഠിച്ചു വെച്ചിരിക്കുക. ലെങ്ത്തിന്റെ യൂണിറ്റ് അറിയാം, മീറ്റർ ആണ് ലെങ്ത്തിന്റെ യൂണിറ്റ് എന്ന് അറിയാം. ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ മീറ്റർ, M ആണ്. മാസ് കിലോഗ്രാം ആണ്, കിലോഗ്രാമിന്റെ യൂണിറ്റ് kg ആണ്. ടൈം സെക്കൻഡ് ആണ്, S കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക. കറണ്ട് ആംബിയർ ആണ്, A കൊണ്ട് ഡിനോട്ട് ചെയ്യുക. ടെമ്പറേച്ചറിന്റെ SI യൂണിറ്റ് അല്ലെങ്കിൽ SI സിസ്റ്റത്തിൽ വരുന്ന യൂണിറ്റ് കെൽവിൻ ആണ്. സെൽഷ്യസിലും ഫാരൻഹീറ്റിലൊക്കെ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. എന്നിരുന്നാലും SI യൂണിറ്റ് ഏതെന്ന് ചോദിച്ചാൽ അത് കെൽവിൻ ആണ്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് അത് മോൾ ആണ്, ഡിനോട്ട് ചെയ്യേണ്ടത് MOL എന്നാണ്, MOL മോൾ. ലൂമിനസ് ഇന്റൻസിറ്റി ക്യാൻഡല എന്ന് എഴുതുക, ക്യാൻഡല എന്ന് എഴുതുക, CD കൊണ്ട് റെപ്രസെന്റ് ചെയ്യുക. ഇങ്ങനെ 7 ക്വാണ്ടിറ്റികളാണ്. 7 ക്വാണ്ടിറ്റികളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന യൂണിറ്റുകളുമാണ് എന്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? SI സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ലെങ്ത് മീറ്റർ ആണ്, മാസ് കിലോഗ്രാം, ടൈം സെക്കൻഡ്, കറണ്ട് ആംബിയർ, ടെമ്പറേച്ചർ കെൽവിൻ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോൾ, ലൂമിനസ് ഇന്റൻസിറ്റി ക്യാൻഡല. അതുപോലെ 7 ക്വാണ്ടിറ്റികളുണ്ട്. കൂടാതെ തന്നെ SI സിസ്റ്റത്തിൽ പ്രധാനമായിട്ട് 2 സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും കൂടെ ഉണ്ട്. അത് പഠിക്കുക. ഒന്ന് പ്ലെയിൻ ആംഗിൾ ആണ്, പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് പഠിക്കുക. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് റേഡിയൻ ആണ്. റേഡിയനെ ചുരുക്കി നമ്മൾ റാഡ് എന്ന് എഴുതും. അപ്പൊ SI സിസ്റ്റത്തിലുള്ള ഒരു സപ്ലിമെന്ററി ക്വാണ്ടിറ്റി ആണ് പ്ലെയിൻ ആംഗിൾ. പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് ആണ് റേഡിയൻ, റാഡ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. രണ്ടാമത്തെ സപ്ലിമെന്ററി ക്വാണ്ടിറ്റി ആണ് സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിളിനെ ഡിനോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂണിറ്റ് സ്റ്റിറേഡിയൻ എന്നാണ്. സ്റ്റിറേഡിയൻ ആണ് സോളിഡ് ആംഗിളിന്റെ യൂണിറ്റ്. അതിന്റെ സിമ്പൽ നമ്മൾ SR എന്ന് എഴുതും. അപ്പോ 7 മെയിൻ ക്വാണ്ടിറ്റീസും ഉണ്ട്, 2 ഏതുകൊണ്ട് സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസും ഉണ്ട്. ഏതില്? SI സിസ്റ്റത്തിൽ. അപ്പൊ പ്രധാനമായും 4 സിസ്റ്റം ഉണ്ടെന്ന് ഓർത്തിരിക്കുക. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി ഏത് പഠിക്കുക? SI സിസ്റ്റം പഠിക്കുക. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ലെങ്തിനെ കുറിച്ച് പറഞ്ഞാൽ. അപ്പൊ ലെങ്ത് CGS സെന്റിമീറ്ററിലും അതുപോലെ FPS ഫൂട്ടിലും MKS മീറ്ററിലും ഒക്കെ റെപ്രസെന്റ് ചെയ്തതുപോലെ ഇപ്പോ ലെങ്തിന് നമ്മൾ ഒരുപാട് പല രീതികളിൽ, പല യൂണിറ്റുകളിൽ ലെങ്ത് എന്ത് ചെയ്യാറുണ്ട്? റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിലൊരു യൂണിറ്റ് ആണ് ഫെർമി എന്ന് പറഞ്ഞാൽ. ഫെർമി സാധാരണയായിട്ട് ആറ്റത്തിന്റെ ന്യൂക്ലിയസ് എടുത്താൽ ആ ന്യൂക്ലിയസിന്റെ വലിപ്പം അല്ലെങ്കിൽ ന്യൂക്ലിയസിന്റെ ഡിസ്റ്റൻസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഫെർമിയിലാണ്. ഒരു ഫെർമി എത്ര മീറ്റർ ആണെന്ന് പരീക്ഷയിൽ ചോദിക്കുക, 1 മാർക്കിന്റെ ചോദ്യമാണ്. ഒരു ഫെർമി എന്ന് പറഞ്ഞാൽ 10⁻⁻15 മീറ്റർ ആണെന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പോൾ ന്യൂക്ലിയസിന്റെ വലിപ്പം റെപ്രസെന്റ് ചെയ്യുന്ന യൂണിറ്റ് ഫെർമിയിലാണ്. ഒരു ഫെർമി 10⁻⁻15 മീറ്റർ ആണ്. എന്നാൽ ആറ്റത്തിന്റെ വലിപ്പം റെപ്രസെന്റ് ചെയ്യുന്നത് ആങ്സ്ട്രം എന്ന യൂണിറ്റിലാണ്. ആങ്സ്ട്രം ആണ് യൂണിറ്റ്. ആങ്സ്ട്രം, ഒരു ആങ്സ്ട്രം 10⁻⁻10 മീറ്റർ ആണെന്ന് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പോ ഫെർമി, ആങ്സ്ട്രത്തെ കുറിച്ചൊക്കെ ഓർത്തിരിക്കുക. ഇത് ലെങ്തിന്റെ യൂണിറ്റുകളാണെന്ന് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുക സോളാർ സിസ്റ്റത്തിലേക്ക് പോയാൽ, സൗരയൂഥത്തിലേക്കൊക്കെ പോയാൽ അവിടുത്തെ ഡിസ്റ്റൻസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ലൈറ്റ് ഇയർ ആയിട്ടും അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആയിട്ടൊക്കെയാണ്. അപ്പൊ ആദ്യമായിട്ട് പഠിക്കുക ലൈറ്റ് ഇയർ എന്താണെന്ന് ചോദിച്ചാൽ സാധാരണയായിട്ട് നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് ലൈറ്റ് ഇയർ. പ്രകാശം 1 വർഷം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തെയാണ് ലൈറ്റ് ഇയർ ആയിട്ട് പറയാറുള്ളത്. ഒരു ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 9.467 × 10⁻15 മീറ്റർ ആണെന്ന് ഓർത്തിരിക്കുക. അതായത് ലൈറ്റ് വാക്വത്തിലൂടെ സഞ്ചരിക്കുന്നത് 3 × 10⁸ ആണ്. അപ്പോൾ 1 വർഷം കൊണ്ടെന്ന് പറയുമ്പോൾ 365 വരും. ആ വർഷത്തെ എന്താക്കുക? ഡേയിലോട്ട്, മിനിറ്റിലോട്ട്, സെക്കൻഡിലോട്ടൊക്കെ കൺവേർട്ട് ചെയ്ത് എഴുതുമ്പോൾ, അത്രയും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ 9.467 × 10⁻15 മീറ്റർ എന്ന് കിട്ടും. രണ്ടാമത്തത് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. അസ്ട്രോണമിക്കൽ യൂണിറ്റ് AU. സൂര്യനും മറ്റ് ഗ്രഹങ്ങളും തമ്മിലുള്ള യൂണിറ്റ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. അസ്ട്രോണമിക്കൽ യൂണിറ്റ്, ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1.496 × 10⁻11 മീറ്റർ ആണെന്ന് പഠിച്ചു വെച്ചിരിക്കുക.
ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ് 1.496 into 10⁻11 മീറ്റർ. മൂന്നാമത്തെ യൂണിറ്റ് ആണ് പെർസെക്. മൂന്നാമത്തെ യൂണിറ്റ് ആണ് പെർസെക്. അതുപോലെ തന്നെ ഒരു പെർസെക് എന്ന് പഠിക്കുക. ഒരു പെർസെക് എന്ന് പറഞ്ഞാൽ 3.08 into 10⁻16 മീറ്റർ ആണ് ഒരു പെർസെക് എന്ന് പഠിക്കുക. പെർസെക് എന്ന് പറയുമ്പോൾ സെക്കൻഡ് എന്ന് കരുതിയിട്ട് ടൈമിന്റെ യൂണിറ്റ് ആണെന്ന് എഴുതരുത്. പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് പെർസെക് എന്തിന്റെ യൂണിറ്റ് ആണ്. പെർസെക് ലെങ്തിന്റെ യൂണിറ്റ് ആണ്. സെക്കൻഡ് ഉണ്ട് എന്ന് കരുതി എന്തല്ല, സമയത്തിന്റെ യൂണിറ്റ് അല്ല. അപ്പോ സോളാർ സിസ്റ്റവുമായിട്ട് വരുന്ന അല്ലെങ്കിൽ സൗരയുധവുമായി ബന്ധപ്പെട്ട് വരുന്ന യൂണിറ്റുകൾ ലൈറ്റ് ഇയറില്, അസ്ട്രോണമിക്കൽ യൂണിറ്റില്, അതുപോലെ എന്തില് പറയും, പെർസെക്കിൽ പറയും. ഇതിൽ ഏറ്റവും വലുത് ഏതെന്ന് ചോദിച്ചാൽ അതാരാണ്, പെർസെക് ആണ് ഇതിൽ ഏറ്റവും വലുത്. ഒരു പെർസെക് എന്ന് പറഞ്ഞാൽ 3.26 എന്താണ്ട് ലൈറ്റ് ഇയർ ആണ്. ഒരു പെർസെക് എന്ന് പറഞ്ഞാൽ 3.26 പ്രകാശ വർഷമാണെന്ന് എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പൊ ഇതെല്ലാം തന്നെ നീളവുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ്. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ആണെങ്കിൽ ഫെർമി, ആറ്റത്തിന്റെ വലിപ്പം ആങ്സ്ട്രോം ആണ്, നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം ലൈറ്റ് ഇയർ ആണ്, സൂര്യനും പ്ലാനറ്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് AU, ഗാലക്സികൾ തമ്മിലുള്ള ദൂരത്തെ പെർസെക് എന്നറിയപ്പെടുന്നു. ഇതിൽ ഏറ്റവും വലുത് പെർസെക് ആണ്. ഒരു പെർസെക് 3.08 into 10⁻16 മീറ്റർ ആണ്. അതുപോലെ തന്നെ ഒരു പെർസെക് എന്ന് പറഞ്ഞാൽ 3.26 ലൈറ്റ് ഇയർ ആണെന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ തുടക്കത്തിലുള്ളത്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്, പ്രധാനമായിട്ട് വരുന്ന സിസ്റ്റം, ആ സിസ്റ്റത്തിൽ SI സിസ്റ്റത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ക്വാണ്ടിറ്റീസ്, അതിന്റെ സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ്, ലെങ്ത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതികൾ. ഇനി ഒരു കാര്യം കൂടെ അവിടെ ആലോചിക്കുക. ഒരു ലാർജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ആണ് പാരലാക്സ് മെത്തേഡ്. പാരലാക്സ് മെത്തേഡ് എന്താണെന്ന് പഠിക്കുക. പരീക്ഷ ചോദിക്കുക, വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ് പാരലാക്സ് മെത്തേഡ്. 2 മാർക്കിന് അല്ലെങ്കിൽ 1 മാർക്കിന് ചോദ്യം ഉണ്ടാകുന്ന ഒരു സെക്ഷൻ ആണ് പാരലാക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. പാരലാക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ വളരെ ദൂരത്തിരിക്കുന്ന ഒരു വസ്തുവിലേക്കുള്ള ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ് എന്തെന്ന് പറഞ്ഞാൽ പാരലാക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാല്. അപ്പോ ഒരു ഡിസ്റ്റൻസ് എന്ത് ചെയ്യുക, ഈ ഒരു വസ്തുവിനെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഈ വസ്തുവിനെ വ്യത്യസ്തമായിട്ട് വരുന്ന 2 സ്ഥലങ്ങളിൽ നിന്ന് ഈ വസ്തുവിനെ എന്ത് ചെയ്യുക, ഒബ്സർവ് ചെയ്യുക. ഇപ്പൊ എയിൽ നിന്നും ബിയിൽ നിന്ന് ഈ വസ്തുവിനെ എന്ത് ചെയ്തു, ഒബ്സർവ് ചെയ്തു. എയും ബിയും തമ്മിലുള്ള ദൂരത്തെ ഞാൻ സ്മാൾ ലെറ്റർ D ആയിട്ട് പരിഗണിച്ചു. എയിൽ നിന്ന് വസ്തുവിലേക്കും ബിയിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരത്തെ ക്യാപിറ്റൽ ലെറ്റർ D ആയിട്ട് പരിഗണിച്ചു. ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് തീറ്റ. ഈ ആംഗിളിനെ പാരലാക്സ് ആംഗിൾ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ പാരലാക്സ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ വസ്തുവിൽ നിന്നും അല്ലെങ്കിൽ നമ്മളിൽ നിന്നും ഈ വസ്തുവിലേക്കുള്ള എന്താണ് ദൂരമാണ്, ക്യാപിറ്റൽ ലെറ്റർ D കണ്ടെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യുക, ഇവിടെ മേക്ക് ചെയ്യുന്ന ചെറിയൊരു ആംഗിൾ നിങ്ങൾ പരിഗണിക്കുക. അത് θ1 ആയിട്ട് പരിഗണിക്കുക. അതുപോലെ തന്നെ ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഈ ചെറിയൊരു ആംഗിളിനെ θ2 ആയിട്ട് പരിഗണിക്കും. എല്ലായ്പ്പോഴും ഈ തീറ്റ എന്ന് പറഞ്ഞാൽ θ1 പ്ലസ് ആരായിരിക്കും, θ2 ആയിരിക്കും. അതുപോലെ തീറ്റ കണ്ടുപിടിക്കാനുള്ള മറ്റൊരു മാർഗം, തീറ്റ എന്ന് പറഞ്ഞാൽ ആർക്ക് ബൈ ലെങ്ത് ആണ്. ആർക്ക് ബൈ ലെങ്ത് ആണ് തീറ്റ. തീറ്റ കണ്ടുപിടിക്കാനുള്ള മാർഗമാണ് ആർക്ക് ബൈ ലെങ്ത്. അപ്പൊ ആർക്ക് മീൻസ് ആർക്ക് തീറ്റ സമം D ബൈ ലെങ്ത് മീൻസ് ക്യാപിറ്റൽ ലെറ്റർ D കിട്ടും. നമുക്ക് വേണ്ടത് ക്യാപിറ്റൽ ലെറ്റർ D ആണ്, ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ തീറ്റ ഇൻറ്റു D ഈക്വൽ ടു സ്മാൾ ലെറ്റർ D എന്ന് കിട്ടും. അതിൽ നിന്ന് D ഈക്വൽ ടു D ബൈ തീറ്റ എന്ന് എഴുതാം. അതായത് നോക്കിയ 2 ഡിസ്റ്റൻസ് ന്യൂമറിക്കലി സ്മാൾ ഡിസ്റ്റൻസ് ആയിട്ടുള്ള സ്മാൾ ലെറ്റർ Dയും പാരലാക്സ് ആംഗിളും അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ലാർജ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ക്യാപിറ്റൽ ലെറ്റർ D കണ്ടെത്താൻ പറ്റും. അപ്പൊ ഈ ഒരു മെത്തേഡിന്റെ പേരാണ് പാരലാക്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഇപ്പോ പാരലാക്സ് മെത്തേഡ് പരീക്ഷ ചോദിക്കും, പാരലാക്സ് ആംഗിൾ ചോദിക്കും, ഇതെങ്ങനെ കണ്ടെത്താമെന്ന് ചോദിക്കും. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഈ പാഠത്തിന്റെ ആദ്യ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് 2 ആയിട്ടുണ്ട്, 4 സിസ്റ്റത്തിന്റെ പേര്, ആ സിസ്റ്റത്തിൽ SI സിസ്റ്റത്തിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ആ ക്വാണ്ടിറ്റീസ്, അതിന്റെ യൂണിറ്റ്, സപ്ലിമെന്ററി ക്വാണ്ടിറ്റീസ്, അതിന്റെ യൂണിറ്റ്, അതുപോലെ തന്നെ നീളവുമായി ബന്ധപ്പെട്ട് പറയുന്ന, ലെങ്തുമായി ബന്ധപ്പെട്ട് പറയുന്ന 4 മറ്റ് യൂണിറ്റുകൾ, ഫെർമി, ആങ്സ്ട്രോം, ലൈറ്റ് ഇയർ, അസ്ട്രോണമിക്കൽ യൂണിറ്റ്, പെർസെക്. ഇതിൽ വലുത് ഏതാണ്, ഒരു പെർസെക് എത്ര ലൈറ്റ് ഇയർ ആണ്, അതുപോലെ ലാസ്റ്റ് കാര്യം പാരലാക്സ് മെത്തേഡ്. ഇത്രയും എന്ത് ചെയ്യുക, വളരെ വ്യക്തമായിട്ട് പഠിക്കുക.